25 സങ്കീർത്തനം ദാവീദ് എപ്പോഴാ എഴുതിയെന്നറിയാമോ? പറയാം. ദാവീദിന്റെ കൂടെ ഊണിലും ഉറക്കത്തിലും നടക്കുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, വിശ്വസ്തനായ മനുഷ്യൻ. പേര് പറയാമോ? അഹിത്തോഫേൽ. എന്താണ്? എല്ലാരും പേര് പറ, മറിയാതിരിക്കട്ടെ. അഹിത്തോഫേൽ. താൻ പറയുന്ന വാക്ക് ദൈവത്തിന്റെ വാക്കായിരുന്നു. അഹിത്തോഫേൽ ഒരു പ്രവചനം പറഞ്ഞാൽ ദൈവം പറയുന്ന പോലെയായിരുന്നു. ദാവീദ് ആമേൻ തന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആലോചന ചോദിക്കുന്നത് അഹിത്തോഫേലിനോടായിരുന്നു. ബത്ലഹേമിൽ നിന്നും ഹെബ്രോനിൽ ആടുകളുടെ രോമം കത്രിക്കാൻ ദാവീദ് പോയപ്പോൾ അഹിത്തോഫേലിന് വട്ടം കൂടി ഒരുത്തൻ. ആരാന്നറിയണ്ടേ? 8 അടി താഴെ ഹൈറ്റുള്ള, മുടി അഴിച്ചിട്ട നിലം വരെ നീണ്ടു കിടക്കുന്ന, സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ ശോഭയുള്ള മനോഹര രൂപണനായ ഒരു മനുഷ്യൻ. പേര് അബ്ശാലോം. ആരാ? ദാവീദിന്റെ മകൻ. അപ്പനില്ലാതിരുന്നപ്പോൾ പ്രവാചകനെ സോപ്പിട്ടിട്ട് പറഞ്ഞു, എനിക്കൊരു മോഹമുണ്ട്. എന്താ മോഹം? രാജാവാകണം. നീ ഒരൊറ്റ ദൂത് പറഞ്ഞാൽ ജനം അംഗീകരിക്കും. അഹിത്തോഫേല് ദൂത് പറഞ്ഞു, ദൈവം ഇസ്രായേലിന്റെ രാജാവായി അബ്ശാലോമിനെ കണ്ടിരിക്കുന്നു. എല്ലാരും കൂടി വാഴിച്ചു. രോമം കത്തിരിച്ചിട്ട് യോർദാൻ നദി കടന്ന് ദാവീദും യോബാബും വരുമ്പോൾ ഒരു ആരാവാരം. എന്താണ് ഈ ശബ്ദം? ഒരു പട്ടാഭിഷേകം നടക്കുന്നു. ആരുടെ? സ്വന്തം മകന്റെ. ദാവീദ് ചോദിച്ചു, ഇതിന് കൂട്ടം നിന്നതാരാ? നിന്റെ സ്നേഹിതൻ അഹിത്തോഫേൽ. വസ്ത്രം വലിച്ചു കീറി, മൂടി പിച്ചിപ്പറിച്ച്, പൂഴി വാരി തലയിലിട്ടിട്ട് ദാവീദ് പറഞ്ഞു, എനിക്കെതിരെ കുതികാൽ ഉയർത്തിയത് ഒരു ശത്രുവായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്റെ അപ്പം തിന്നവനും എന്റെ പ്രാണ സ്നേഹിതനും. അത്ര ബന്ധം അഹിത്തോഫേൽ. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടപ്പോ പാടിയ സങ്കീർത്തനമായി 25. ഞാൻ നിന്നിൽ ആശ്രയിക്കും, എന്റെ മനസ്സ് നിങ്ങളിലേക്ക് ഉയർത്തും. കേൾക്കണോ നിങ്ങൾക്ക്? അടുത്ത ദൂത് കേട്ട് അവസാനിപ്പിക്കുക. മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തി യഹോവയിൽ ആശ്രയിച്ച് മുട്ടുകുത്തിയപ്പോ കൂട്ടിൽ നിന്ന് അഹിത്തോഫേലിന്റെ സമാധാനം പോയി. പ്രാർത്ഥിക്കാൻ മുറിക്കകത്ത് കയറി സ്വസ്ഥതയില്ലാതെ ഒരു പിടി കയറിൽ കെട്ടിത്തൂങ്ങി ചത്തു. അഹിത്തോഫേൽ ചത്തെന്നറിഞ്ഞപ്പോ ഈ പൊക്കം സുന്ദരനായ അബ്ശാലോം എന്തെന്നറിയാമോ? ഒരു കുതിരപ്പുറത്ത് കയറി വനാന്തരത്തിലൂടെ ഓടിച്ചുപോയി. ഈ മുടിയുടെ കെട്ടഴിഞ്ഞു. മുടി അഴിച്ചിട്ടാൽ 8 അടി ഹൈറ്റുള്ളവന്റെ മുടി നിലത്ത് കിടക്കും. കുതിരപ്പുറത്ത് ഓടിപ്പോകുന്ന പോക്കിൽ പ്രാണരക്ഷാർത്ഥം പോകുമ്പോൾ ഈ മുടി കരുവേലകത്തിന്റെ വള്ളിയിൽ ചുറ്റി കെട്ടുവീണു. ആകാശത്തിനും ഭൂമിക്കും നടുവിൽ അബ്ശാലോം തൂങ്ങിക്കിടന്നു. കുതിര ഓടിപ്പോയി. യോബാബ് വന്ന് വെട്ടി കഷ്ണിച്ച് പീസാക്കി. ഒറ്റ ആശ്രയം ദൈവത്തിൽ. ദൈവമേ, നീ ആരാന്ന നിന്റെ ചിന്ത? നീ സേവിക്കുന്ന ദൈവമാരാ? നീ പിടിക്കുന്ന ദൈവമാരാ? നീ ആശ്രയിച്ച ദൈവമാരാ? ബൈബിളിൽ നടുവിൽ ഒരു വാക്യമുണ്ട്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരയും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. നമ്മുടെ ആശ്രയം ദൈവമാണ്.